നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം ഇന്ന് വിധിയെഴുതും. രാജ്യത്തെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് ഇന്ന്. കേരളമടക്കം 13 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 88 സീറ്റുകളിലേക്കാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത്. കർണാടകയിൽ 14 സീറ്റിലും രാജസ്ഥാനിൽ 13 സീറ്റിലും മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ 8 സീറ്റിലും മധ്യപ്രദേശിൽ 7ഇടത്തും ആസാം, ബീഹാർ എന്നിവിടങ്ങളിൽ 5ഇടത്തും ബംഗാൾ, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ 3ഇടത്തും ജമ്മു കാശ്മീർ, മണിപ്പൂർ, ത്രിപുര എന്നിവിടങ്ങളിൽ ഓരോയിടത്തുമാണ് തെരഞ്ഞെടുപ്പ്. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പ്. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിലെ വോട്ടുകൾ എണ്ണുന്നതിനൊപ്പം മുഴുവൻ വിവിപാറ്റുകളിലെയും സ്ലിപ്പുകളും എണ്ണണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ സുപ്രീം കോടതി ഇന്ന് വിധി പറയും. ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന, ദിവാകർ ദത്ത എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഇന്ന് വിധി പ്രസ്താവിക്കുന്നത്. 2 ജഡ്ജിമാരും പ്രത്യേകം വിധികളാണ് പ്രസ്താവിക്കുക. ഇന്ദിരാഗാന്ധിയുടെ സ്വത്ത് ലഭിക്കാൻ പൈതൃക സ്വത്ത് അവകാശ നിയമം രാജീവ് ഗാന്ധി റദ്ദാക്കിയെന്ന വിമർശനവുമായി നരേന്ദ്രമോദി. ഇന്ദിരാഗാന്ധിയുടെ മരണം സംഭവിച്ചപ്പോഴാണ് പഴയ നിയമം റദ്ദാക്കിയതെന്നും സ്വത്ത് നഷ്ടപ്പെടാതിരിക്കാനാണ് പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി ഇത് ചെയ്തതെന്നും മോദി വിമർശിച്ചു. അദ്ദേഹം എടുത്തുകളഞ്ഞ നികുതിയാണ് കോൺഗ്രസ് ഇപ്പോൾ വീണ്ടും കൊണ്ടുവരാൻ ശ്രമിക്കുന്നതെന്നും മോദി പറഞ്ഞു. 2 യാത്രകൾ നടത്തിയാണ് കോൺഗ്രസ് പ്രകടന പത്രിക തയ്യാറാക്കിയിരിക്കുന്നതെന്നും പ്രകടന പത്രിക കോൺഗ്രസിൻ്റേതാണെങ്കിലും അതിലെ ശബ്ദം ജനങ്ങളുടേതാണെന്നും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. ജനാധിപത്യവും ഭരണഘടനയും സംരക്ഷിക്കാനാണ് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു. വർഗീയ ചേരിതിരിവ് സൃഷ്ടിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ശീലമായി മാറിയെന്നും ഇത്തരത്തിൽ സംസാരിക്കുന്ന താങ്കളുടെ പദവിയുടെ അന്തസ്സ് ഇല്ലാതാക്കുകയാണെന്നും തെരഞ്ഞെടുപ്പിൽ തോൽക്കുമെന്ന ഭയമാണ് താങ്കളെക്കൊണ്ട് ഇത്തരം മോശമായ ഭാഷ പറയിപ്പിച്ചതെന്നും പ്രധാനമന്ത്രിക്ക് എഴുതിയ തുറന്ന കത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെ പറഞ്ഞു. പാവപ്പെട്ടവനും പണക്കാരനും തമ്മിലുള്ള അസമത്വത്തെക്കുറിച്ച് ഞങ്ങൾ പറയുമ്പോൾ നിങ്ങൾ അത് ഹിന്ദുവെന്നും മുസ്ലിമെന്നും ബോധപൂർവം വേർതിരിക്കുന്നുവെന്നും ഖാർഗെ കുറ്റപ്പെടുത്തി. ആരോപണ സ്വരങ്ങളുമായി TG നന്ദകുമാറിൻ്റെ വാർത്താ സമ്മേളനം. BJP നേതാവ് പ്രകാശ് ജാവേദ്കർ EP ജയരാജനെയും തന്നെയും കണ്ടിരുന്നുവെന്നും ഇടതുമുന്നണി സഹായിച്ചാൽ BJPക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിയുമെന്നും പകരം PSNC ലാവ്ലിൻ കേസ്, സ്വർണ്ണക്കടത്ത് കേസ് എന്നിവ സെറ്റിൽ ചെയ്തു തരാമെന്ന് ഉറപ്പുകൊടുത്തുവെന്നും TG നന്ദകുമാർ പറഞ്ഞു. പക്ഷേ തൃശൂർ CPI സീറ്റായതിനാൽ EP സമ്മതിച്ചില്ലെന്നും അങ്ങനെ ആദ്യം ചർച്ച പരാജയപ്പെട്ടു പോയെന്നും TG നന്ദകുമാർ പറയുന്നു. അതേസമയം BJPയിൽ ചേരാൻ EP ജയരാജൻ ചർച്ച ചെയ്തിട്ടില്ലെന്നും പിണറായിയുടെ രക്ഷകനാണ് ചർച്ച നടത്തിയതെന്നും നന്ദകുമാർ കൂട്ടിച്ചേർത്തു. ശോഭാ സുരേന്ദ്രൻ അന്യായമായി കൈയടക്കിയ ഭൂമിയായിരുന്നു തന്നോട് വിൽക്കാൻ പറഞ്ഞതെന്നും അതിനാലാണ് രജിസ്റ്റർ ചെയ്യാൻ കഴിയാതിരുന്നതെന്നും നന്ദകുമാർ വ്യക്തമാക്കി. തന്നെ വ്യക്തിഹത്യ നടത്തിയ നന്ദകുമാറിനെ അടിയന്തരമായി അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറാവണമെന്നും ഇക്കാര്യത്തിൽ തെളിവുകൾ സഹിതം നന്ദകുമാറിനെതിരെ DGPക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും നടപടിയില്ലെങ്കിൽ DGPയുടെ വീടിന് മുന്നിൽ സമരം ചെയ്യുമെന്നും BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. ഒരു സ്ത്രീ എന്ന നിലയിൽ തന്നെ അപമാനിക്കാനും ആക്ഷേപിക്കാനുമാണ് നന്ദകുമാർ ശ്രമിക്കുന്നതെന്നും ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കി. BJPയിലേക്ക് പോകാൻ ചർച്ച നടത്തിയ CPM നേതാവ് EP ജയരാജനാണെന്ന KPCC പ്രസിഡന്റ് K സുധാകരന്റെ ആരോപണത്തിന് മറുപടിയുമായി EP ജയരാജൻ. K സുധാകരനാണ് BJPയിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്നതെന്നും നേരത്തെ സുധാകരൻ BJPയിൽ പോകാൻ വണ്ടി കയറി ചെന്നൈയിലെത്തിയതാണെന്നും കോൺഗ്രസ് നേതാക്കൾ ഇടപെട്ട് തിരിച്ചയക്കുകയായിരുന്നുവെന്നും EP ജയരാജൻ തുറന്നടിച്ചു. തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ CPM BJPക്ക് വോട്ട് മറിക്കുമെന്ന് കോൺഗ്രസ്. ഒരു ബൂത്തിൽ നിന്ന് CPMന്റെ 25 കേഡർ വോട്ട് വീതം BJPക്ക് നൽകാൻ ധാരണയായെന്ന് TN പ്രതാപൻ MP ആരോപിച്ചു. വീണ വിജയനെ സംരക്ഷിക്കാനും MC മൊയ്തീൻ്റെയും MK കണ്ണൻ്റെയും അറസ്റ്റ് ഒഴിവാക്കാനുമായി 50,000 വോട്ടാണ് CPM തൃശൂർ മണ്ഡലത്തിൽ മറിച്ചു നൽകുകയെന്നും പ്രതാപൻ ആരോപിച്ചു. BJPക്ക് വോട്ട് നൽകുന്നതിൻ്റെ പേര് CPMനകത്തു തന്നെ പൊട്ടിത്തെറി നടന്നിട്ടുണ്ടെന്നും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ ഈ തിരഞ്ഞെടുപ്പിൽ UDFന് വോട്ട് ചെയ്യുമെന്നും പ്രതാപൻ കൂട്ടിച്ചേർത്തു. സമസ്ത ഉൾപ്പെടെ സാമുദായിക സംഘടനകൾ സ്വതന്ത്രം നിഷ്പക്ഷവുമായ നിലപാട് എടുക്കുമ്പോൾ ചില കേന്ദ്രങ്ങൾ വോട്ടർമാരെ ഭീഷണിപ്പെടുത്തി സ്വാധീനിക്കാൻ ശ്രമിക്കുകയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. നേതാക്കളെയും പ്രവർത്തകരെയും അണികളെയും ഭീകരത സൃഷ്ടിച്ച് ഭീഷണിപ്പെടുത്താനുള്ള ഇത്തരം നീക്കങ്ങൾ കേരളത്തിൽ വിലപ്പോവില്ലെന്നും ഗോവിന്ദൻ പ്രതികരിച്ചു. LDFനോട് ജനങ്ങൾ കൂടുതലായി അടുക്കുന്നുവെന്ന് KK ശൈലജ. വ്യക്തിഹത്യ എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട്, അതിൽ നടപടി തുടരും. LDF സ്ഥാനാർത്ഥികളെ കാണാൻ വമ്പിച്ച ജനക്കൂട്ടമാണ് എല്ലായിടത്തും എത്തിച്ചേരുന്നതെന്നും ശൈലജ പറഞ്ഞു.
വയനാട്ടിൽ നിന്നും പിടിച്ചെടുത്ത കിറ്റുകൾ ക്ഷേത്രത്തിലേക്ക് വിതരണം ചെയ്യാനായി ഭക്തർ തയ്യാറാക്കിയ കിറ്റുകളായിരുന്നുവെന്ന വിശദീകരണവുമായി NDA സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ. വോട്ടർമാർക്ക് വിതരണം ചെയ്യാനായി തയ്യാറാക്കിയതെന്ന് കരുതുന്ന കിറ്റുകൾ ഇന്നലെ രാത്രി ജില്ലയിൽ 2 ഇടത്തു നിന്ന് പിടിച്ചെടുത്തിരുന്നു. ബത്തേരിയിൽ കിറ്റുകൾ പിടിച്ചെടുത്തതിന് പിന്നാലെ BJPക്കെതിരെ LDFും UDFും രംഗത്തെത്തിയിരുന്നു. വോട്ടിന് BJP പണം നൽകിയെന്ന ആരോപണവുമായി ഒളരി ശിവരാമപുരം കോളനിയിലെ ഓമന, ലീല എന്നിവർ പരാതി നൽകി. പ്രദേശത്തെ BJP പ്രവർത്തകനായ സുഭാഷ് വീട്ടിലെത്തി പണം നൽകിയെന്നും പണം വേണ്ടെന്ന് പറഞ്ഞ് മടക്കി നൽകിയിട്ടും വാങ്ങിയില്ലെന്നും പരാതിക്കാർ പറയുന്നു. പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രാഥമിക കുറ്റപത്രം സമർപ്പിച്ച് CBI. എറണാകുളം CJM കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. അറസ്റ്റിലായ പ്രതികൾക്ക് ജാമ്യം ലഭിക്കാതിരിക്കാനാണ് ഈ വേഗത്തിലുള്ള നടപടി. പൂക്കോട് വെറ്റിനറി സർവകലാശാല മുൻ VC MR ശശീന്ദ്രനെതിരെ സസ്പെൻഡ് ചെയ്ത ഗവർണറുടെ നടപടി ഹൈക്കോടതി ശരിവെച്ചു. വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുന്നതിൽ VC വീഴ്ച വരുത്തിയെന്ന് കണ്ടെത്തിയാണ് ഗവർണർ നടപടിയെടുക്കുകയും അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തത്. അടുക്കളയിലെ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് പാട്ന ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ഹോട്ടലിലുണ്ടായ തീപിടുത്തത്തിൽ 6 പേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 20ഓളം പേരെ കെട്ടിടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയതായി പാട്ന സീനിയർ പോലീസ് സൂപ്രണ്ട് രാജീവ് മിശ്ര പറഞ്ഞു. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. നല്ല കുടിവെള്ളം, നല്ല ആരോഗ്യം, നല്ല ജീവിതം. കാഞ്ഞങ്ങാട് മാണിക്കോത്ത് ഗ്രീൻ ഷോപ്പിയിൽ നല്ല കുടിവെള്ളം സമ്മാന പദ്ധതി വീണ്ടും ആരംഭിച്ചിരിക്കുന്നു.